ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. നമസ്കാരം. AS നായർ ആസ്ട്രോ ആൻഡ് പാമിസ്റ്റിലേക്ക് സ്വാഗതം. 2025 നവംബർ 2 മുതൽ 2025 നവംബർ 8 വരെ, അതായത് 1201 തുലാമാസം 16 മുതൽ 1201 തുലാമാസം 22 വരെയുള്ള നിങ്ങളുടെ വാരഫലം എങ്ങനെയെന്ന് ഒന്ന് നോക്കാം. മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക 15 നാഴിക. ഇവർ ഈ ആഴ്ച ജോലിയിൽ നിന്ന് തൽക്കാലം അവധിയെടുക്കും. സ്വന്തമായി വീടോ വസ്തുവോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് സാഹചര്യം അനുകൂലമാണ്. ദൂരയാത്ര നടത്തിയേക്കും. ദേവാലയങ്ങൾ, സ്കൂളുകൾ എന്നിവിടങ്ങളിലുള്ള ജോലികൾ ഏറ്റെടുത്ത് നടത്തും. ഇടവം രാശി. കാർത്തിക 45 നാഴിക, രോഹിണി, മകയിരം 30 നാഴിക. കടം കൊടുത്ത പൈസ തിരികെ കിട്ടും. സ്നേഹിതരുമായി വാക്കുതർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അതുകൊണ്ട് ആളുകളുമായി സംസാരിക്കുന്നത് അല്പം ആലോചിച്ച് വേണം. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. മിഥുനം രാശി. മകയിരം 30 നാഴിക, തിരുവാതിര, പുണർന്നം 45 നാഴിക. ഇവർക്ക് ഈ ആഴ്ച ജോലിസ്ഥലത്ത് സമ്മർദ്ദം ഉണ്ടാകും. എന്നാൽ വീട്ടിൽ മനസമാധാനം കിട്ടും. സന്താനങ്ങളുടെ പുരോഗതിക്കായി കഠിന പ്രയത്നം ചെയ്യും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടി വിജയിക്കാൻ സാധിക്കും. കർക്കിടകം രാശി. പുണർന്നം 15 നാഴിക, പൂയം, ആയില്യം. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷനോടുകൂടി സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം. വരുമാനം വർദ്ധിക്കുന്നതാണ്. ബിസിനസ്സുകളിൽ വളരെ പുരോഗതി കാണുന്നു. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കും. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം 15 നാഴിക. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. പണം കടം കൊടുക്കരുത്. കൊടുത്താൽ അത് തിരികെ കിട്ടാൻ ബുദ്ധിമുട്ടാകും. പിതൃസ്വത്ത് കൈവശം വന്നു ചേരും. വീട്ടിൽ അല്പം ബുദ്ധിമുട്ടുണ്ടാകും. പണം സൂക്ഷിച്ച് ചെലവാക്കുക. കന്നിരാശി. ഉത്രം 45 നാഴിക, അത്തം, ചിത്തിര 30 നാഴിക. ഇവർക്ക് കച്ചവടത്തിൽ അത്ര പുരോഗതി ഉണ്ടാവുകയില്ല. സ്ഥാപനത്തിൽ മോഷണം നടക്കാൻ സാധ്യതയുണ്ട്. വാഹനാപകടം ഉണ്ടാകാതെ സൂക്ഷിക്കണം. വാഹനം കൈകാര്യം ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണം. തുലാരാശി. ചിത്തിര 30 നാഴിക, ചോതി, വിശാഖം 45 നാഴിക. ഈ ആഴ്ച കലാകാരന്മാർക്കും എഴുത്തുകാർക്കും വളരെ നല്ല സമയമാണ്. സ്കൂളിലോ കോളേജിലോ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് കിട്ടാൻ സാധ്യത കാണുന്നു. കുടുംബദൈവങ്ങളെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. വൃശ്ചികം രാശി. വിശാഖം 15 നാഴിക, അനിഴം, കേട്ടം. ഇവർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ പ്രയാസം നേരിടും. കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. സഹോദരങ്ങൾക്ക് ആശുപത്രിവാസം കാണും. ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ പണം ചിലവാകും. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം 15 നാഴിക. ഇവർക്ക് ജോലിയിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനിടയുണ്ട്. കടബാധ്യതകൾ തീർക്കാനുള്ള സാധ്യതകൾ കാണുന്നു. വാഹനാപകടം ഉണ്ടാകാതെ സൂക്ഷിക്കണം. പണം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. മകരം രാശി. ഉത്രാടം 45 നാഴിക, തിരുവോണം, അവിട്ടം 30 നാഴിക. ഇവർക്ക് ഈ ആഴ്ച വരുമാനത്തിൽ വർധനവുണ്ടാകും. സ്ത്രീകൾ അനുഭാവപൂർവ്വം പെരുമാറും. ശത്രുക്കളെ നിഷ്പ്രയാസം അകറ്റി നിർത്തുവാൻ സാധിക്കും. ശത്രുശല്യം ഉണ്ടാകാതെ സൂക്ഷിക്കണം. കുംഭം രാശി. അവിട്ടം 30 നാഴിക, ചതയം, പൂരുരുട്ടാതി 45 നാഴിക. ഇവർക്ക് ഈ ആഴ്ച സന്തോഷപ്രദമായ ജീവിതമാണ്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ നേതൃസ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. ഗവൺമെന്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം കൂടുകയോ പ്രൊമോഷൻ കിട്ടുകയോ ചെയ്യും. മീനം രാശി. പൂരുരുട്ടാതി 15 നാഴിക, ഉത്രട്ടാതി, രേവതി. ഇവർക്ക് ഈ ആഴ്ച അത്ര നല്ല സമയമല്ല. ഭൂമി ക്രയവിക്രയം ചെയ്യുന്നതിൽ നഷ്ടമുണ്ടാകും. റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതെങ്കിലും തരത്തിൽ ജോലി നിർത്തിവെക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് കൂടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ രാശി കമന്റ് ബോക്സിൽ ഇട്ട് എന്നെ അറിയിക്കുക. എൻ്റെ പൂജയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമാകും എന്ന വിശ്വാസത്തോടെ അടുത്ത വീഡിയോയിൽ കാണാം.